അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിലെ മനോഹരമായ ഹൃദ്യമായ തിങ്കളാഴ്ച രാവ്. എത്രയെത്ര ദുആവസിയത്തുകളാണ് ഓരോ ദിവസവും ലഭിക്കുന്നത്. ഹൃദയം പൊട്ടിയിട്ട് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് പറയുന്ന ഒരുപാട് വേദനകൾ. യാ അല്ലാഹ്, എല്ലാ വേദനകൾക്കും ഈ മനോഹരമായ തിങ്കളാഴ്ച രാവിലെ മജ്ലിസ് നീ ഒരു പരിഹാരമാക്കണേ റബ്ബേ. ഞങ്ങളെ നീ കൈവെടിയല്ലേ അല്ലാഹ്. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസത്തിലെ രാവ് എന്നതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന്, തിങ്കളാഴ്ച രാവിന് വലിയ പ്രത്യേകതയുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബായ തങ്ങളുടെ നളുറ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പേരാ കൊതിക്കുന്നേ മദീനത്തൊന്ന് പോകണം? മദീനത്ത് പോകണ്ടേ നമുക്ക്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖലറാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തുൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. മൽജാവാ മൻജാവാ മുർതാഹൽ മുസ്താഖി ഹിബ്ബൽ സഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൽ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ത്വഹ വയാസീൻ വഹമ്മിം നബിയുനാ ഉൻസുൽ ഗരീബീന അബ്യദ മൗല സാലിഹീന. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൽ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. صلي وسلم عليه يا ربنا أزكى صلاة الله أدوم نحمد يا الله. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. حبا وشوقا يا رحمة العالمين جئناك صلى الله عليك سلم نور الله. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. حبا وشوقا يا رحمة العالمين جئناك صلى الله عليك سلم نور الله. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. نرجو السعادة محو الشقوات يا خير رسل الله عليك دائما صلى الله. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൽ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. يا ربي سلمنا بحق سيدنا طه رسول الله أشرف الخلق رسول الله. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൽ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീന
زد لنا حبنا إليه يا ربنا آتينا آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യഭൂമിയിൽ ചെല്ലാൻ, ആ ഹബീബാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ കരുണക്കടലായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങൾ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ സങ്കടങ്ങളും നീങ്ങിപ്പോണം. മനോഹരമായ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് സങ്കടങ്ങളെല്ലാം മാറണം. മനസ്സറിഞ്ഞുകൊണ്ട് എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്ക്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള ഒരു കൊച്ചു സ്വലാത്ത് നമ്മളെപ്പോഴും ചൊല്ലാറുണ്ടല്ലേ. ഇത് സ്വലാത്ത് ഫാത്തിമിയാണ്, ഫാത്തിമ ബീവിയുടെ സ്വലാത്ത്. 100 കൊണ്ട് തുടങ്ങുന്ന ഏത് സ്വലാത്ത് നമ്മൾ ചൊല്ലിയാലും, 100ആയ റസൂലുള്ളാഹിനെ പറയുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും നമ്മുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞു കിടക്കുന്ന എല്ലാ മേഖലയും തുറന്നു കിട്ടും. എല്ലാ മേഖലയും തുറന്നു കിട്ടും. അത്രത്തോളം ആ സ്വലാത്തിന് വലിയ പവറാണ്. ചെറിയ സ്വലാത്ത് പക്ഷേ മനസ്സറിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, اللهم صل على النور وأهله، 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 اللهم صل على النور وأهله. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്മാഉൽ ഹുസ്ന കുറിച്ച് ചൊല്ലാം അല്ലേ. അസ്മാഉൽ ഹുസ്ന നിങ്ങൾ എന്ത് ചോദിച്ചാലും അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണേ, അതിന് ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ. എന്ത് ചോദിച്ചാലും അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിച്ചാൽ ഉത്തരമുണ്ട്. അല്ലാഹുവിന്റെ ഏറ്റവും മനോഹരമായ 99 നാമങ്ങളല്ലേ അസ്മാഉൽ ഹുസ്ന. മനസ്സറിഞ്ഞ് എന്നോടൊപ്പം കൃത്യമായി സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലാം, മനസ്സറിഞ്ഞ് വിളിക്കുക റബ്ബിനെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ്
يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الحمد لله. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ അസ്മാഉൽ ഹുസ്ന നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അതുനിമിത്തം ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാഹ്, നീ ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ സയ്യിദത്തുനാ ഫാത്തിമ
റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റില്ലേ ഇസ്മുൽ അഅ്ലം അതിലുണ്ടെന്ന് അല്ലാഹുവിന്റെ മഹാരഥന്മാർ പറഞ്ഞു തന്നിട്ടില്ലേ? മനസ്സറിഞ്ഞ് ഈ ദിക്ർ ചൊല്ലിയാൽ രാവിലെയും രാത്രിയിലും ചൊല്ലുന്ന മനുഷ്യർക്ക് ഒരു പ്രയാസവും നേരിടേണ്ടി വരില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? മനസ്സറിഞ്ഞിട്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 33 തവണ എന്നോടൊപ്പം ചൊല്ലിക്കേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 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 യാ ഹയ്യു യാ ഖയ്യൂം برحمتك أستغيث يا حي يا قيوم 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 برحمتك أستغيث കരുണക്കടലായ റബ്ബ് ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. എല്ലാ പൈശാചികതയിൽ നിന്നും കാരുണ്യവാനായ റബ്ബ് നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടല്ലേ? എല്ലാ സങ്കടങ്ങൾക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദിക്ർ കൊണ്ട് പരിഹാരം ഉണ്ടാകും. ആ ബോധ്യത്തിലല്ലേ രാവിലെ പറയാട്ടോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർ റഹീമായ കരുണാവാരിധിയായ അല്ലാഹ് ഈ വിശുദ്ധമായ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഈ തിങ്കളാഴ്ച രാവിൽ വിശുദ്ധ റമളാനിൽ നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞതും സ്വലാത്തുകൾ ചൊല്ലിയതും അദ്കാറുകൾ ചൊല്ലിയതും അസ്മാഉൽ ഹുസ്ന ചൊല്ലിയതും എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, സങ്കടങ്ങളേറെയുണ്ട് അല്ലാഹ്, പ്രയാസങ്ങളേറെയുണ്ട് അല്ലാഹ്, ദുരിതങ്ങളിലാണെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റണേ അല്ലാഹ്. റിലീഫ് പ്രവർത്തനങ്ങളിലേക്ക് ഹദിയ ചെയ്തവരുണ്ട് റബ്ബേ. ഏത് ലക്ഷ്യത്തിലാണോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അവർ ചേർത്തു പിടിക്കുന്നത്, നീ അവരെ ചേർത്തു പിടിക്കണേ അല്ലാഹ്. അവരുടെ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സറിയുന്ന നാഥാ, സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. സമാധാനം നിറഞ്ഞ ജീവിതം നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. പലരും ഡിവോഴ്സിന്റെ വക്കീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ റബ്ബനാ യാ റബ്ബനാ, മനസ്സ് നീ മാറ്റിക്കൊടു
കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രതീക്ഷകളായ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നേർവഴിക്ക് നടത്തണേ അല്ലാ. ഹറാമായ അഫേഴ്സുകളിൽ കുടുങ്ങിപ്പോയവരുണ്ട്, നന്നാക്കണേ അല്ലാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കൾ കാരണം ജനമധ്യത്തിൽ നാണം കെടേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും പൊന്നുമക്കൾ നിമിത്തം അഭിമാനിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. റമളാൻ അനുകൂലമാക്കണേ അല്ലാ. റമളാൻ പ്രതികൂലമാകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചവനെ, ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനും നോമ്പ് പിടിക്കാനും എല്ലാത്തിനും ആയുസ്സും തൗഫീഖും എല്ലാം തന്ന നാഥ, അൽഹംദുലില്ലാഹി തുമ്മ അൽഹംദുലില്ലാഹ്. ധാരാളിത്തം കാണിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾ, യാ റബ്ബനാ, നോമ്പ് തുറക്കാൻ അവർക്ക് നല്ല ഭക്ഷണമില്ല റബ്ബേ, ഉടുക്കാൻ നല്ല വസ്ത്രമില്ല അല്ലാ. സ്വന്തം കുഞ്ഞുങ്ങളുടെ മയ്യത്ത് മുമ്പിൽ കിടന്നത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞിരിക്കുന്ന ഉമ്മമാരുടെ വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ, യാ റബ്ബനാ യാ റബ്ബനാ. കരഞ്ഞു കരഞ്ഞ് തളർന്നിട്ട് കണ്ണിൽ കണ്ണുനീരില്ലാതെ കരയാതിരിക്കുന്ന എത്രയെത്ര ഉമ്മമാർ. പടച്ചവനെ പടച്ചവനെ, നീ സമാധാനം കൊടുക്കണേ അല്ലാ. നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഖുദ്സിന്റെ മക്കൾക്ക് നീ മോചനം നൽകണേ അല്ലാ. നീ മോചനം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾ നന്ദികേട് കാണിച്ചവരാണ് അല്ലാ. ഞങ്ങൾ ചെയ്ത നന്ദികേട് നിമിത്തം നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കല്ലേ അല്ലാ. നീ നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമായ കരുണാവാരിധിയായ കരുണക്കടലായ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. പലരും കടബാധ്യതകളിൽ പ്രയാസങ്ങളിലാണ്. യാ റബ്ബനാ, കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. ജപ്തിയുടെ വക്കീലാണെന്ന് പറഞ്ഞവരുണ്ട്. യാ റബ്ബനാ യാ റബ്ബനാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റബ്ബേ. നിന്റെ ഖജനാവിൽ നിന്ന് നീ ഞങ്ങൾക്ക് വല്ലതും നൽകിയാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ലാ. ജനമധ്യത്തിൽ നാണം കെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്നവർ വന്ന് മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിശിഷ്യ പ്രവാസി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. എത്ര വലിയ സമ്പന്നനെയും ദരിദ്രനാക്കാൻ നിനക്കൊരു നാനോ സെക്കൻഡ് പോലും വേണ്ടല്ലോ അല്ലാ. ഞങ്ങൾ ആരെയും നീ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ദാരിദ്ര്യം കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ റഹ്മാനേ. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ, മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരികൾക്ക് പ്രയാസങ്ങളെല്ലാം നീക്കി സുഖപ്രസവം നൽകണേ അല്ലാ. നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, എത്രയെത്ര അസുഖബാധിതരാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് സന്താനങ്ങൾക്ക് അസുഖമാണെന്ന് പറഞ്ഞവർ, ഇണകൾക്ക് അസുഖമാണെന്ന് പറഞ്ഞവർ, യാ റബ്ബനാ, നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട്, ഹൃദയ സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട്, കിഡ്നി ലങ്സ് തകരാറിലായവർ, അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. ഏത് ഡോക്ടർ മരുന്നില്ലെന്ന് പറഞ്ഞാലും എല്ലാ സയൻസുകളെയും പടച്ച ജഗന്നീയന്താവായ റബ്ബേ, നിന്റെ അടുക്കൽ മരുന്നില്ലാത്ത രോഗമില്ലല്ലോ അല്ലാ. പടച്ചവനെ, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, തൈറോയിഡ് കൊണ്ട്, മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട്, മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പലവിധ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ആമവാദം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എല്ലാവർക്കും ആജിലായ ശമനം നീ നൽകണേ അല്ലാ. ആജിലായ ശമനം നീ നൽകണേ അല്ലാ.
നിന്റെ അടുക്കൽ ശിഫയില്ലാത്ത രോഗമില്ലല്ലോ റബ്ബേ. ആജിലായ ശമനം നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ. ഹറാമുകളുടെ കൂമ്പാരമാണ് അല്ലാ. നിന്റെ നൂറാനിയത്ത് കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ഖൽബിലുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. വീടെന്ന സ്വപ്നം കണ്ട് നാളുകളേറെയായി ഉസ്താദേ കഴിയുന്നു, ഒരു വഴിയും തുറന്നു കാണുന്നില്ലെന്ന് പറഞ്ഞവർ യാ റബ്ബനാ, പടച്ചവനെ ഖൈറായ ഭവനം നീ എളുപ്പമാക്കണേ അല്ലാ. നോമ്പ് തുറക്കാൻ ഉസ്താദേ ഇത്തിരി ചോറും മീനും മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുന്നവർ, മക്കൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അല്ലാ അല്ലാ നീ ഞങ്ങൾക്ക് ഭക്ഷണം നൽകണേ തമ്പുരാനേ. ആ പ്രയാസങ്ങൾ നിറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത സഹോദരിമാർ യാ റബ്ബനാ, അവരുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. പ്രയാസങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും കബറുകളിലാണ് അല്ലാ. എന്ത് പ്രയാസം കബറിലുണ്ടെങ്കിലും ദൂരീകരിക്കണേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. പടച്ചവനെ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. കുഞ്ഞുമക്കളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ജനാസ കാണേണ്ട ഒരു അവസ്ഥ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാളെ ഞങ്ങളുടെ തലക്ക് മുകളിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോ നിന്റെ ഹബീബായ താജ്ദാരേ മദീന, सरवरे आलम सरकार दो आलम नूरे मुजस्सम मुहम्मदुर रसूलुल्लाह സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിലായി ഒരുമിപ്പിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുൻപ് മദീനയിൽ ചെന്ന് പച്ചക്കുബ്ബ നോക്കി നിന്ന് കോടാനുകോടി സലാമുകൾ വർഷിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാ. കൈവെടിയല്ലേ അല്ലാ, കൽബ് പൊട്ടുകയാണ് അല്ലാ. ആമീൻ പറയുന്ന ഓരോരുത്തരുടെയും ഖൽബറിയുന്ന നാഥ, എന്താണ് അവരുടെ പ്രയാസമെങ്കിലും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ദൂരീകരിക്കണേ അല്ലാ. റബ്ബനാ അൻത വലിയുനാ ഫിദ് ദുനിയാ വൽ ആഖിറ വലാ തുഖയ്യിബ് റജാഅനാ വലാ തുളയ്യിഅ ദുആഅനാ വലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ. ആമീൻ 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 ബിറഹ്മതിക يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. والسلام عليكم ورحمة الله وبركاته.